നമസ്കാരം. കർണാടകത്തിൽ ദയാവധത്തിന് അനുമതി നൽകി സംസ്ഥാന സർക്കാർ എന്ന വാർത്ത നിങ്ങൾ കണ്ടു കാണും. മാരക അസുഖങ്ങളോടെ വലയുന്ന രോഗികൾക്ക് അതല്ലെങ്കിൽ ഇനിയൊരിക്കലും സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലെന്ന് ഉറപ്പുള്ളവർക്ക് മരിക്കാനുള്ള അവകാശം നൽകുന്നതാണ് കർണാടക സർക്കാരിന്റെ ഈ നടപടി. ഇത് സംബന്ധിച്ച വിശദമായ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഉത്തരവാണ് സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ദയാവധത്തിനായി സ്വയം സന്നദ്ധമാവുന്നതിന് പുറമെ ഭാവിയിൽ ഇത്തരം സാഹചര്യം മുൻകൂട്ടി കണ്ട് വിൽപത്രത്തിൽ തന്നെ ദയാവധത്തിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി വെക്കാനും കർണാടക സർക്കാരിന്റെ ഈ പുതിയ ഉത്തരവ് വഴി സാധ്യമാണ്. അന്തസ്സോടെ മരിക്കാനുള്ള അവകാശം ശരിവെച്ച 2023 ജനുവരിയിലെ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ തന്നെ ചരിത്രപരമായ തീരുമാനമാണ് കർണാടക സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. 2011 അരുണ ഷാൻബാഗ് കേസിന് ശേഷം ദയാവധത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരുന്നുവെങ്കിലും ഒരു ഉത്തരവ് എന്ന നിലയിൽ അത് രൂപപ്പെടാൻ ഇത്രയും നീണ്ട വർഷങ്ങൾ എടുത്തു. ദയാവധത്തിന് അനുമതി നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ 2 ഡോക്ടർമാരടങ്ങുന്ന 2 കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ചികിത്സിച്ച് ഭേദമാക്കാനാവാതെ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികൾക്ക് അവരുടെയോ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയോ അനുമതിയോടെയുള്ള ദയാവധം അനുവദിക്കുന്നതിൽ ഡോക്ടർമാർക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിടുന്നത് 2024 സെപ്റ്റംബറിലായിരുന്നു. ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ കരട് പെരുമാറ്റച്ചട്ടങ്ങളിലാണ് ഈ വ്യവസ്ഥ പരാമർശിച്ചിരുന്നത്. ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധം സമീപ ഭാവിയിൽ മരണമുറപ്പായ രോഗാവസ്ഥയെയാണ് മാറാരോഗമായി കരട് രേഖയിൽ നിർവചിച്ചിരുന്നത്. 72 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷവും പുരോഗതി കാണിക്കാത്ത വിധത്തിലുള്ള മസ്തിഷ്കാഘാതത്തെയും ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിഗുരുതര രോഗാവസ്ഥയിൽ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ പലപ്പോഴും പ്രയോജനകരമല്ലാത്തതും അതുകൊണ്ട് തന്നെ ദയാവധം അനുയോജ്യമാണെന്നുമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിഗമനം. ജീവൻ രക്ഷാ സംവിധാനം കൊണ്ട് രോഗിക്ക് പ്രയോജനമുണ്ടാകാതിരിക്കുന്ന സാഹചര്യത്തിൽ രോഗിയുടെ താല്പര്യാർത്ഥം ജീവൻ രക്ഷാ സംവിധാനം ഡോക്ടർക്ക് പിൻവലിക്കാം, അതായത് വെന്റിലേറ്റർ നീക്കം ചെയ്യാം. ദയാവധം സംബന്ധിച്ച് മതപരമായ എതിർപ്പുകൾ ഉൾപ്പെടെ ആഗോളതലത്തിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ മതങ്ങൾ ദയാവധത്തിന് പൂർണ്ണമായും എതിരാണ്. തീർത്തും മതപരമായ കാരണങ്ങളാണ് അവർ ഉയർത്തുന്നത്. ദയാവധം എന്നത് ഒരു കൊലപാതകമായോ അതല്ലെങ്കിൽ ആത്മഹത്യയായോ ആണ് അവർ കണക്കാക്കുന്നത്. ജീവൻ ദൈവം നൽകിയതാണെന്നും അതിൽ മനുഷ്യൻ തീരുമാനമെടുക്കുന്നത് തെറ്റാണെന്നും പാപമാണെന്നും ഒക്കെയാണ് മതപരമായ കാഴ്ചപ്പാട്. എന്നാൽ ആധുനികമായ കാഴ്ചപ്പാടുകൾ നേരെ വിപരീതമാണ്. ജീവിതത്തിന്റെ ഗുണനിലവാരം പരമാവധി പരിരക്ഷിക്കുന്നതിന് ഒരു വ്യക്തിക്ക് അവകാശമുള്ളതുപോലെ തന്നെ തന്റെ മരണത്തെ നിയന്ത്രിക്കാനുള്ള അവകാശവും ഉണ്ടെന്നാണ് വാദം. അസാധ്യമായ വേദനയിൽ നിന്ന് മോചനം നേടാനുള്ള മനുഷ്യാവകാശമായാണ് ദയാവധത്തെ നോക്കിക്കാണുന്നത്. അന്തസ്സോടെ മരിക്കാനുള്ള അവകാശം എന്നതാണ് നമ്മുടെ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്ന കാര്യം. ഇനി ദയാവധം സംബന്ധിച്ച ചില വസ്തുതകൾ, ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇതനേഷ്യ അഥവാ ദയാവധം എന്നത് ഗ്രീക്ക് ഭാഷയിലെ എത്തനസിയ അഥവാ മരണത്തിലേക്കുള്ള നല്ല വഴി എന്നർത്ഥമുള്ള വാക്കിൽ നിന്നുമാണ്. ഒരു വ്യക്തിയുടെ ദീർഘകാല വേദനയോ ദുരിതമോ ലഘൂകരിക്കുന്നതിനായി മരണത്തെ ഉപയോഗിക്കുക എന്നതാണ് രീതി. പൊതുവെ 2 രീതികളാണ് ദയാവധത്തിനുള്ളത്. ആക്റ്റീവ് ഇതനേഷ്യ അഥവാ സജീവ ദയാവധം എന്നതാണ് ഒരു രീതി. മരണം സാധ്യമാക്കുന്നതിന് ചില പദാർത്ഥങ്ങൾ ഇഞ്ചക്ട് ചെയ്യുന്ന രീതിയാണിത്. നിഷ്ക്രിയ ദയാവധം അഥവാ പാസീവ് ഇതനേഷ്യയാണ് രണ്ടാമത്തെ രീതി. ജീവൻ നിലനിർത്തുന്ന ചികിത്സകൾ നിർത്തിവെക്കൽ അഥവാ വെന്റിലേറ്ററുകളൊക്കെ നീക്കം ചെയ്യലാണ് ഈ രീതി പ്രകാരം ചെയ്യുന്നത്. മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും അന്തസ്സിനെയും ഉയർത്തിപ്പിടിക്കുന്ന പല ആധുനിക സമൂഹങ്ങളും ദയാവധത്തെ നിയമപരമായി തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. 2002 നെതർലാൻഡ്സിൽ ദയാവധം നിയമവിധേയമാക്കിയത്. രോഗി സ്വമേധയാ അനുമതി നൽകണം, അസാധ്യമായ വേദനയും രോഗവും ഉണ്ടായിരിക്കണം, കുറഞ്ഞത് 2 ഡോക്ടർമാരുടെ സമ്മതം ആവശ്യമാണ് എന്നതാണ് ദയാവധത്തിന് അവിടെ അനുമതി ലഭിക്കാനുള്ള നിബന്ധനകൾ. ഏകദേശം 6500 ദയാവധ കേസുകൾ പ്രതിവർഷം അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. 2002 തന്നെയാണ് ബെൽജിയത്തിലും സ്വമേധയാ ഉള്ള ദയാവധം നിയമവിധേയമാക്കിയത്. 18 വയസ്സോ അതിൽ കൂടുതലോ ഉള്ളവർക്ക് മാത്രമാണ് അനുമതി. എന്നാൽ 2014 മാനസിക രോഗങ്ങളുള്ള കുട്ടികൾക്കും ദയാവധത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. കാനഡയിൽ 2016 മെയ്ഡ് അഥവാ മെഡിക്കൽ അസിസ്റ്റൻസ് ഇൻ ഡൈയിങ് എന്ന നിയമം പാസാക്കിയത്. ഗുരുതരമായ രോഗമുള്ളവർക്ക് മാത്രമാണ് അനുമതി.
എന്നാൽ 2021 മാനസിക രോഗികളെയും ഇതിൽ ഉൾപ്പെടുത്താൻ നിയമം വിപുലീകരിച്ചിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിൽ അസിസ്റ്റൻസോട് കൂടിയ മരണം നിയമവിധേയമാണ്. എന്നാൽ സജീവ ദയാവധം നിരോധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അസിസ്റ്റൻസ് നൽകുന്ന സംഘടനകൾ അഥവാ NGOകളൊക്കെ അവിടെ വളരെ സജീവമാണ്. ജർമ്മനി 2020 സഹായിത മരണം നിയമവിധേയമാക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മരണത്തിന് അനുമതി ഇല്ലതാനും. എന്തായാലും ഇന്ത്യയിൽ സുപ്രീം കോടതി നിർദ്ദേശങ്ങൾക്കും ദീർഘകാലത്തിന് ശേഷം ഇത് ഒരു ഉത്തരവായി പുറത്തു വരുമ്പോൾ യാഥാസ്ഥിതിക മതവിഭാഗങ്ങളും ഒപ്പം തന്നെ മനുഷ്യാവകാശ സംഘടനകളും ഒക്കെ പ്രതിഷേധവുമായി എത്താൻ സാധ്യത വളരെ കൂടുതലാണ്. അന്തസ്സോടെ ജീവിക്കുക എന്നതുപോലെ അന്തസ്സോടെ മരിക്കാനും മനുഷ്യന് അവകാശമുണ്ടെന്ന് തിരിച്ചറിയേണ്ടത് ഒരു ആധുനിക സമൂഹത്തിന് അത്യാവശ്യം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.